തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ തകർച്ച നേതൃത്വത്തെ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. മൂന്നാമതും ഇടതുഭരണം ഉറപ്പിച്ച ജനപ്രതിനിധികൾക്കും ഭരണത്തലവന്മാർക്കും ഏറ്റ ഇരുട്ടടിയായിരുന്നു പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം. ഭരണ തകർച്ചയുടെ കാരണം അന്വേഷിച്ചിറങ്ങിയവർ നിരവധി കാരണങ്ങൾ കണ്ടെത്തിയെങ്കിലും LDFിലെ മുന്നണി വോട്ടുകളിലുണ്ടായ ചാഞ്ചാട്ടം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം കേരള കോൺഗ്രസ് എം അണികൾക്ക് സ്വന്തം ചിഹ്നത്തോടുള്ള മമത മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളോടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് എം ശക്തി കേന്ദ്രമായ പാലാ നഗരസഭയിൽ 2020 സീറ്റ് വിഹിതം ഇത്തവണയും പാർട്ടി നിലനിർത്തിയപ്പോൾ പിന്നിൽ താങ്ങായി നിന്ന CPMനും CPIക്കും അടിതെറ്റി. CPM 6 സീറ്റിൽ നിന്ന് 2ലേക്ക് ചുരുങ്ങി. CPIക്ക് കഴിഞ്ഞ തവണ 1 സീറ്റ് ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതും നഷ്ടമായി. എന്നാൽ കേരള കോൺഗ്രസ് ആകട്ടെ പാലാ മുനിസിപ്പാലിറ്റിയിൽ 26 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 10 സീറ്റുകളും നിലനിർത്തി. ജില്ലാ പഞ്ചായത്തിലും സമാനമായ രീതിയാണ് ഉണ്ടായത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം 5 സീറ്റുകൾ നേടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് നഷ്ടമായത്. പക്ഷേ CPMന് 6 സീറ്റ് ലഭിച്ചെടുത്ത 2 സീറ്റ് മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. നേരത്തെ CPIക്ക് 3 സീറ്റ് ലഭിച്ചെടുത്ത ഇപ്പോൾ 1 സീറ്റിലേക്ക് ചുരുങ്ങി. പാലാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭരണങ്ങാനം ഡിവിഷൻ കേരള കോൺഗ്രസ് എം നിലനിർത്തി. ഉഴവൂർ, കിടങ്ങൂർ ഡിവിഷനുകളും വിജയിച്ചു. പാലായിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം BJP ഭരിച്ച മുത്തോലി പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായി. നഗരസഭകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും കണക്കെടുത്താൽ പാലാ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം വലിയ പരിക്കുകളൊന്നുമില്ലാതെ പിടിച്ചു നിന്നു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടികിട്ടിയത് LDF മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷികളായ CPMനും CPIക്കുമാണ്. മുന്നണിയിലെ മറ്റ് കക്ഷികളോട് കേരള കോൺഗ്രസ് എം അണികൾ കാര്യമായ മമത കാട്ടുന്നില്ലെന്ന് നേരത്തെ തന്നെ CPI വിമർശനം ഉന്നയിച്ചിരുന്നു.